സോ വെൽക്കം ബാക്ക്. എംഫേവ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. മലയാളം 10 മാർക്കാണ്, ഡിഗ്രി ലെവൽ LDC ആയാൽ കൂടി. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പദശുദ്ധി കേരള PSC ഏതൊരു പരീക്ഷയ്ക്കും 10 മാർക്കിൽ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒന്നിലധികം ചോദ്യം പദശുദ്ധിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. കുറഞ്ഞത് 1 മാർക്ക്, കൂടിയത് 2 മാർക്ക് എന്നുള്ള രീതിയിലാണ്. കഴിഞ്ഞ 3-4 വർഷങ്ങൾക്കിടയിൽ കേരള PSC ചോദിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട പദശുദ്ധി ചോദ്യങ്ങളും SCRT മലയാള പാഠപുസ്തകം 5 മുതൽ 10 വരെ ബേസ് ചെയ്തിട്ടുള്ള ചില പദങ്ങളെയും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ വർഷം കേരള PSC ചോദിച്ചതാണ്. ശരിയായ പദം തിരിച്ചറിയുക. ഓപ്ഷൻ എ അസ്തമയം, ബി അസ്തമനം, സി അസ്തമാനം, ഡി അസ്തമയം. ഇതിൽ ഏതാണ് എന്നുള്ളതാണ് ശരിയായ പദം തിരിച്ചറിയുക എന്ന് പറഞ്ഞ് കേരള PSC ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സിമ്പിൾ ചോദ്യമാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം എല്ലാവർക്കും കൊടുക്കാനും സാധിക്കുന്ന തരത്തിലാണ് കേരള PSC ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ അസ്തമയം എന്നുള്ളതാണ് ശരി. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ പറയാറുണ്ട് സൂര്യാസ്തമയം കാണാൻ ഒന്നങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ് സൂര്യാസ്തമയം. അസ്തമയം എന്ന് പറഞ്ഞാൽ മറഞ്ഞു പോകുക എന്നുള്ള അർത്ഥമാണ്, അല്ലെ? സൂര്യൻ നമ്മെ വിട്ട് അല്ലെങ്കിൽ സൂര്യൻ മറഞ്ഞു പോകുന്നത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൂര്യാസ്തമയം കാണാനായിട്ട് എങ്ങോട്ട് പോകുന്നേ? ബീച്ചിലേക്കോ അല്ലെങ്കിൽ അവിടങ്ങളിലേക്കൊക്കെ പോയി നമ്മൾ സൺസെറ്റ് എന്ന് പറഞ്ഞിട്ട് കണ്ടുവരുന്നത്, അല്ലെ? അപ്പോൾ ഇവിടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം അസ്തമയം എന്നുള്ളതാണ്. എന്നാൽ കേരള PSC കാലങ്ങളായിട്ട് ചോദിച്ചു വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന് അനുഗ്രഹം എന്നുള്ളതാണ്. അനുഗ്രഹം എന്നുള്ളത് ശരിയാണ്, എല്ലാവർക്കും അറിയാം. അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ അനുഗ്രഹം വേണമേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ പരീക്ഷയ്ക്ക് പോകുമ്പോഴും പ്രാർത്ഥിച്ചിട്ട് പോകാറുണ്ട്. എന്നാൽ അനുഗ്രഹമുള്ളവനെ നമ്മൾ അനുഗ്രഹീതൻ എന്നാണ് പറയുന്നത്. അവിടെ അനുഗ്രഹത്തിന്റെ ഗ്ര അല്ല ഉപയോഗിക്കുന്നത്, പകരം ഗൃ. എന്താണ്? ഗൃഹത്തിന്റെ ഗൃ ആണ്, അല്ലെ? അപ്പൊ ശ്രദ്ധിക്കണം, ഏറ്റവും പ്രധാനം ഈ ഗ്രായും ഈ ഗൃ ആണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഈ ഗ്ര വരുന്ന മറ്റൊരു പദമുണ്ട് ഗ്രഹം എന്നുള്ളത്. ഗ്രഹം, ഗ്രഹം എന്ന് പറഞ്ഞാൽ പ്ലാനറ്റ് ആണ്. ഗ്രഹം എന്ന് പറഞ്ഞാൽ പ്ലാനറ്റ് ആണ്. എന്നാൽ ഗൃ ചേർന്ന് വരുന്ന മറ്റൊരു സംഗതിയുണ്ട്, പദമുണ്ട് ഗൃഹം. അതെന്ന് പറയുന്നത് ഹൗസ്, ഹൗസ് ആണ് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ അനുഗ്രഹത്തിന്റെ ഗ്ര പ്ലാനറ്റിന്റെ ഗ്രഹമാണ്. അനുഗ്രഹമുള്ളവൻ എന്ന് നമ്മൾ പറയുന്നത് അനുഗ്രഹീതൻ, അനുഗ്രഹീതനായ കലാകാരൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെ? മോഹൻലാലിനെയും മമ്മൂട്ടിയൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് അനുഗ്രഹീതനായ കലാകാരൻ എന്നുള്ളതാണ്. അവിടെ ഗൃ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വീടിനെ സൂചിപ്പിക്കുന്ന ഗൃഹത്തിന്റെ ഗൃ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഗൃഹം എന്ന് പറഞ്ഞാൽ വീട്, ഗ്രഹം എന്ന് പറഞ്ഞാൽ പ്ലാനറ്റ്. ഓക്കെ, അപ്പോ വീടിന്റെ ചില പ്രധാനപ്പെട്ട പര്യായങ്ങൾ നമ്മൾ ഉറപ്പായും പഠിച്ചിരിക്കണം. കേരള PSCയുടെ ചില ചോദ്യം വീടുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ആലയം. വീടിന്റെ പര്യായം ആലയം. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ഗേഹം എന്ന് പറയുന്ന വാക്കാണ്. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ഗേഹം എന്ന് പറയുന്ന വാക്കാണ്. ഓക്കെ, ഗേഹം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? വീടിന്റെ പര്യായ പദങ്ങളിൽ ഏതാണ് ഒന്ന് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻ തന്നിട്ട് ഗേഹം സ്ഥിരം ചോദ്യമാണ്. അപ്പോ കാരാഗ്രഹം എന്ന് പറഞ്ഞാൽ, കാരാഗ്രഹം എന്ന് പറഞ്ഞാൽ ജയിൽ, ജയിൽ എന്നതാണ് അർത്ഥം. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ മഹത്വം, തത്വം. അതായത് ത്വം ചേർന്ന് വരുന്നതും തം ചേർന്ന് വരുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഇനി ഇവിടെ സൂചിപ്പിക്കേണ്ടത്, അല്ലെ? നമ്മൾ കേൾക്കാറുണ്ട് മഹത്വം, സ്ത്രീത്വം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? സ്ത്രീത്വം, സ്ത്രീത്വം ഉണരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചില മുദ്രാവാക്യങ്ങളുണ്ട്, നമ്മൾ ഈ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെ? നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രഭുത്വം, പ്രഭുത്വം, സ്ത്രീത്വം, ത്വം, മഹത്വം. ഇനി ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന വാക്ക് ഇംഗ്ലീഷിൽ, അതിന്റെ മലയാളമാണ് മനുഷ്യത്വം, മനുഷ്യത്വം എന്നുള്ളത്. അതുപോലെ മൃഗത്വം, മനുഷ്യത്വത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മൃഗത്വം,
അല്ലെ, മൃഗത്വം എന്ന് പറയുന്നത്. അപ്പോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ത്വം വെച്ച് വരുന്ന ചില പദങ്ങളാണ്. അതുപോലെ തന്നെ മൂഢത്വം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ത്വം വെച്ച് വരുന്ന ചില വാക്കുകൾ നമ്മൾ ഇവിടെ എഴുതേണ്ടതായിട്ടുണ്ട്. ഒന്ന് പ്രഭുത്വം, രണ്ട് സ്ത്രീത്വം, മൂന്ന് മൂഢത്വം. അതുപോലെ തന്നെ ഞാൻ എന്ത് പറഞ്ഞു, ഇവിടെ കാണുന്ന ഈ മഹത്വം അല്ലെ, ഇവിടെ കാണുന്ന ഈ മഹത്വവും ത്വമിൽ അവസാനിക്കുന്നു. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റിയെ നമ്മൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മനുഷ്യത്വം, അതിന്റെ നേരെ ഓപ്പോസിറ്റ് മൃഗത്വം എന്നിവയെല്ലാം ത്വം വെച്ചാണ് അവസാനിക്കുന്നത്. എന്നാൽ അടിമത്വം എന്ന് പറഞ്ഞ ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്ത് കാണും. അടിമത്വം അവസാനിപ്പിക്കണം. അവിടെ ത്വം അല്ല, പകരം തമ്മാണ്, ഇത്തം. ഓക്കെ, ഇത്തം. പലപ്പോഴും നമ്മൾ ഉച്ചരിക്കുന്നതിൽ നമ്മുടെ ഉച്ചാരണ ശുദ്ധിയിൽ ഉണ്ടാവുന്ന തെറ്റുകളാണ് എഴുതുമ്പോഴും തെറ്റുകളായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇതൊന്നും ഒരു തെറ്റേ അല്ല, നമ്മൾ അതൊന്നും തെറ്റായിട്ട് സങ്കല്പിക്കുന്ന പോലുമില്ല. പക്ഷേ കേരള PSC മത്സര പരീക്ഷകളിലേക്ക് വരുമ്പോൾ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് പദശുദ്ധി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും ഏതൊരു പരീക്ഷയ്ക്കും 1 മാർക്ക് അല്ലെങ്കിൽ കൂടിയത് 2 മാർക്ക് വെച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പോ ഇവിടെ മനസ്സിലാക്കണം, എന്ത് ത്വം വെച്ച് അവസാനിക്കുന്നത് ഏതൊക്കെയാണ്? മഹത്വം അല്ലെ, പ്രഭുത്വം, സ്ത്രീത്വം, മൂഢത്വം, മനുഷ്യത്വം, ഓപ്പോസിറ്റ് മൃഗത്വം. ഇനി അടിമത്വം എന്ന് പറയില്ല, അടിമത്തം എന്നേ പറയത്തുള്ളൂ. മുതലാളിത്തം എന്ന് പറയത്തില്ല, മുതലാളിത്തം എന്നേ പറയത്തുള്ളൂ. കോമാളിത്തം എന്നേ പറയത്തുള്ളൂ അല്ലെ. നമ്മൾ കോമാളിത്തരങ്ങൾ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. പക്ഷേ യഥാർത്ഥത്തിൽ കോമാളിത്തം എന്നാണ് നമ്മൾ അവിടെ ഉച്ചരിക്കേണ്ടത്. കോമാളിത്തരം എന്ന് നമ്മൾ പറയാറില്ല. അത് തെറ്റായ പദമാണ് കോമാളിത്തരം എന്നുള്ളത്. കോമാളിത്തം എന്നുള്ളതാണ് ശരി. അപ്പൊ ശ്രദ്ധിക്കണം, അടിമത്തം, മുതലാളിത്തം, അടിമത്തത്തിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെ, അടിമത്തം, മുതലാളിത്തം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് ഞാൻ ഈ പറഞ്ഞ വാക്ക് കോമാളിത്തം എന്നുള്ളത്. കോമാളിത്തം ഒരേ ഒരു തവണ കേരള PSC ചോദിച്ചതാണ് കോമാളിത്തം. അതുപോലെ തന്നെ പിന്നെ വേറെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന തം വെച്ച് അവസാനിക്കുന്ന വേറെ ഏതൊക്കെയുണ്ട്? വായാടിത്തം അല്ലെ, വായാടിത്തം വരുന്നില്ലേ, വായാടിത്തം, മടയത്തം, അതുപോലെ തന്നെ വങ്കത്തം, അതായത് മൂഢമായ ചില പ്രവൃത്തികളെയാണ് നമ്മൾ വങ്കത്തം എന്ന് പറയുന്നത്. മുട്ടാളത്തം ഇതെല്ലാം ഇത്തം വെച്ച് അവസാനിക്കുന്നതാണ്. അത് നമ്മൾ അറിഞ്ഞ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെല്ലാം കിട്ടും. അപ്പോ തം വെച്ച് അവസാനിക്കുന്ന ചില പ്രധാനപ്പെട്ട വാക്കുകൾ കൂടി ഞാൻ എഴുതുന്നു. അടിമത്തം ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ മുതലാളിത്തം, കേരള PSC ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. മുതലാളിത്തം, അതുപോലെ തന്നെ ഏതാണ്, വങ്കത്തം, മൂഢത്വം അല്ലെ, മൂഢത്വം എന്നാണ് അവിടെ നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മൾ മടയത്തം എന്നാണ് മറ്റൊരു പദം യൂസ് ചെയ്യുന്നത്. അത് മൂഢത്വം എന്ന് പറയുന്ന അതേ അർത്ഥത്തോടു കൂടി തന്നെയാണ് നമ്മൾ മടയത്തം എന്ന് പറയുന്നത്. പക്ഷെ മൂഢത്വം എന്ന് പറയുമ്പോൾ ത്വം ചേർന്ന് വരുന്നു, മടയത്തം എന്ന് പറയുമ്പോൾ തം ചേർന്ന് വരുന്നു അല്ലെ. അപ്പൊ ഞാൻ മടയത്തം എന്ന് എഴുതാം, ശരിയാണോ നിങ്ങൾ നോക്കുക. മടയത്തം അല്ലെ, മടയത്തം. അപ്പോ ഇതൊക്കെയാണ് തം ചേർന്ന് വരുന്നത്. ഏതൊക്കെയാണ് തം ചേർന്ന് വരുന്നത്? നിമിത്തം ശരിയാണ്. മടയത്തം, വങ്കത്തം, വായാടിത്തം, വിഡ്ഢിത്തം, ഈ പറഞ്ഞ മുട്ടാളത്തം, കോമാളിത്തം, ഇതെല്ലാം എന്താണ്? തം ചേർന്നാണ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം, മൂഢത്വം ത്വമാണ്, എന്നാൽ മടയത്വം എന്ന് പറയത്തില്ല, മടയത്തം എന്നേ പറയത്തുള്ളൂ. അതുപോലെ തന്നെ വിഡ്ഢിത്വം എന്ന് പറയത്തില്ല, വിഡ്ഢിത്തം എന്നേ പറയത്തുള്ളൂ. ആ ഏകദേശം ഒരു അർത്ഥത്തോടു കൂടി വരുന്നതാണ്. മൂഢത്വം, മടയത്തം, വിഡ്ഢിത്തം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നു. ഇത് കേരള PSC മത്സര പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി
കാലദേശാദികൾക്ക് അനുയോജ്യമായ പരിഷ്കാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന പദം ഏത്? നമുക്ക് നോക്കാം. ഓപ്ഷൻ എ അനുഗ്രഹീതൻ, ഓപ്ഷൻ ബി ഊർജസ്വലൻ, ഓപ്ഷൻ സി ഉൽപ്പതിഷ്ണു, ഓപ്ഷൻ ഡി അഗ്രിമൻ. ഉത്തരം പറയാം നിങ്ങൾക്ക്. അത് ഇത് ശരിക്കും പദശുദ്ധിയിൽ വരുന്ന ചോദ്യമല്ല. ഓക്കെ, ഇത് എന്താണ്, അർത്ഥം വെച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. കാലദേശാദികൾക്ക് അനുയോജ്യമായ പരിഷ്കാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ ആര്? ഉത്തരം ഉൽപ്പതിഷ്ണു ആണ്. ഓപ്ഷൻ സി ആണ്, ഉൽപ്പതിഷ്ണു. അതായത് നിലവിലുള്ള മാറ്റങ്ങളെ അല്ലെങ്കിൽ ആചാരങ്ങളെ പരിഷ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ, മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ, അവനെയാണ് നമ്മൾ ഉൽപ്പതിഷ്ണു എന്ന് പറയുന്നത്. ഉൽപ്പതിഷ്ണു എന്ന് പറയുന്നത് കേരള PSCയുടെ പദശുദ്ധിയിൽ ചോദിച്ചിട്ടുള്ള വാക്കായതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കണ്ടോ, അനുഗ്രഹീതൻ, നമ്മൾ നേരത്തെ പഠിച്ച അനുഗ്രഹീതൻ, ഇപ്പൊ പഠിക്കാൻ പോകുന്നു ഉൽപ്പതിഷ്ണു. ഉൽപ്പതിഷ്ണു എന്ന് പറഞ്ഞാൽ അർത്ഥം കൂടി പഠിച്ചുകൊള്ളുക. നിലവിലെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നിലവിലെ ആചാരങ്ങളെ പരിഷ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു വാക്ക് ഉപയോഗിക്കും, പുരോഗമനവാദി എന്ന് പറയും. പുരോഗമനവാദി എന്ന് പറയുന്നതും ഉൽപ്പതിഷ്ണു വാക്കിന് അർത്ഥമാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇതിന്റെ നേർ വിപരീതമാണ് യാഥാസ്ഥിതികൻ എന്ന് പറയുന്നത്. യാഥാസ്ഥിതികൻ എന്ന് പറഞ്ഞാലോ നിലവിലുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങളെ അതുപോലെ പരിരക്ഷിക്കുന്ന അല്ലെങ്കിൽ പരിരക്ഷിക്കുന്നയാളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യാഥാസ്ഥിതികൻ എന്ന് പറയുന്നത്. അതായത് നിലവിലുള്ള സാഹചര്യങ്ങളെ മാറ്റരുത്, ആചാരങ്ങളെയും മറ്റ് കാര്യങ്ങളെയും എല്ലാം അതേപോലെ നിലനിർത്തണം, പരിരക്ഷിക്കണം, യാതൊരുവിധ മാറ്റവും വരുത്തരുത് എന്ന് പറയുന്നവനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യാഥാസ്ഥിതികൻ എന്ന് പറയുന്നത്. അപ്പോ ഉൽപ്പതിഷ്ണു എന്ന് പറയുന്ന വാക്ക് പദശുദ്ധിയിൽ ചോദിച്ചിട്ടുണ്ട്. ഉൽപ്പതിഷ്ണു എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചിട്ടുണ്ട്. അതിന്റെ നേർ വിപരീതമായ വാക്ക് യാഥാസ്ഥിതികനും കേരള PSC ചോദ്യമാണ്. ഓക്കെ, ഊർജസ്വലൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അഗ്രിമൻ എന്ന് പറയുന്നത് വളരെ എന്താ പറയാ, അഗ്രിമൻ വളരെ ശ്രേഷ്ഠമായ എന്ന അർത്ഥത്തോടു കൂടിയാണ്, ശ്രേഷ്ഠനായ എന്ന അർത്ഥത്തോടു കൂടി. ഈ രാജാവ്, കുബേരൻ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ വളരെ ശ്രേഷ്ഠന്മാരായ എന്ന അർത്ഥത്തോടു കൂടിയല്ലേ ഉപയോഗിക്കുന്നത്. അതാണ് അവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഉൽപ്പതിഷ്ണു. അപ്പൊ കേരള PSC ചോദിച്ചിട്ടുള്ള ചില പ്രധാന കാര്യങ്ങളെ നമുക്ക് ഇവിടെ നോക്കേണ്ടതായിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ശ്രദ്ധിക്കാം. നമ്മള് പക്ഷേ കേരള PSC ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു ചോദിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഇവിടെ കണ്ടു കാണോ എന്ന് അറിയത്തില്ല. ഉൽപ്പതിഷ്ണു എന്നാണ് വന്നിരിക്കുന്നത് അല്ലെ, ഉൽപ്പ എന്നുള്ള ഇതാണ് കയറി വന്നിരിക്കുന്നത്. പക്ഷെ കേരള PSCയുടെ പദശുദ്ധിയിൽ ചോദിച്ചിരിക്കുന്നത് ഉത്പതിഷ്ണു എന്നുള്ളതാണ്. അപ്പൊ ശ്രദ്ധിക്കണം, അവിടെ ഈ പറയുന്ന ചോദ്യം ഒരിക്കലും എന്താവുന്നില്ല, ഈ പറയുന്ന ചോദ്യം ഒരിക്കലും പദശുദ്ധിയിൽ വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കേരള PSC അന്ന് ഓപ്ഷൻ സി എന്നുള്ളത് ഉൽപ്പതിഷ്ണു എന്ന് പറഞ്ഞ് തന്നെ കൊടുത്തു. എന്നാൽ മറ്റൊരു പരീക്ഷയിൽ കേരള PSC ഈ പറയുന്ന ഉത്പതിഷ്ണു എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. ഓക്കെ, ഒരേ ഒരു തവണ ഉത്പതിഷ്ണു എന്നുള്ള രീതിയിൽ പദശുദ്ധിയിൽ കേരള PSC കൊടുത്ത ഉത്തരം ഇതായിരുന്നു. ഓക്കെ, അപ്പോ ഇതുകൂടി നോക്കി വയ്ക്കുക. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? യാഥാസ്ഥിതികൻ. അപ്പോ പദശുദ്ധി വരുമ്പോൾ കേരള PSC ഇപ്പോ അംഗീകരിച്ചിരിക്കുന്ന അല്ലെ വാക്കായിട്ട് നിങ്ങൾ എന്ത് കാണണം? ഉത്പതിഷ്ണു എന്നുള്ളത് നിങ്ങൾ കാണണം. ത് ലായ്ക്ക് പകരം അല്ലെങ്കിൽ ലൂക്ക് പകരം ത് കൊടുത്ത് നിങ്ങൾ കണ്ടെത്തിക്കൊള്ളണം. ഓക്കെ, ഇനി ഉയർത്തെഴുന്നേൽപ്പ് നമ്മൾ പറയും. ഉയർ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഉയർ എഴുന്നേൽപ്പ് എന്നുള്ള രീതിയിലുള്ള അർത്ഥത്തോടു കൂടി നമ്മൾ പറയും. പക്ഷെ യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ എന്താ? യേശുവിന്റെ ഉയിര് എഴുന്നേറ്റു. അപ്പൊ അവിടെ നമ്മൾ ഉയിർ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് തന്നെ നമ്മൾ പറഞ്ഞിരിക്കണം കേട്ടോ. ഉയിർ എന്നുള്ള കാര്യം തെറ്റിപ്പോരുത്. പലപ്പോഴും നമ്മൾ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞ് എഴുതിപ്പോ അല്ല, തെറ്റാണ്. ഉയിർ എന്നുള്ളത് തന്നെ കൊടുക്കുക എന്നുള്ളതാണ് ശരി. ഇനി പ്രസംഗകൻ അതിന്റെ സ്ത്രീലിംഗം എന്ന് പറയുന്നത് പ്രസംഗിക എന്നുള്ളതാണ് അല്ലെ. അതുപോലെ തന്നെ പ്രസംഗകൻ എന്ന് പറയുന്നതും ശരിയാണ്, പ്രാസംഗികൻ എന്ന് പറയുന്നതും ശരിയാണ്. രണ്ടും ശരിയായ പദങ്ങളാണ് കേരള PSC ചോദിച്ചിട്ടുള്ളത്. എന്താണ്? പ്രസംഗകൻ, പ്രസംഗിക. പ്രാസംഗികൻ,
പ്രാസംഗിക എന്നുള്ള രീതിയിൽ കേരള PSC ചോദിച്ചിട്ടുണ്ട്. രണ്ടും ശരിയാണ്. ഇനി കേരള PSC ചോദിച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തെന്ന് പറയുന്നത് അസ്ഥിവാരം. നമുക്ക് അസ്ഥി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കയറി വരുന്നത് നമ്മുടെയൊക്കെ ശരീരത്തിലുള്ള സാധനം തന്നെയാണ് അസ്ഥി. പക്ഷേ അസ്ഥിവാരം എന്ന് പറയുമ്പോൾ നമ്മുടെ അസ്ഥി അവർ വാരി എടുക്കും എന്നുള്ളതല്ല. അസ്ഥിവാരം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അസ്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിലനിൽപ്പിനെയാണ് അർത്ഥം വയ്ക്കുന്നത്. ഇത് അർത്ഥം എന്ന് പറയുന്നത് നിലനിൽപ്പ് എന്നുള്ളതാണ്. നിലനിൽപ്പ്, ഓക്കെ, എക്സിസ്റ്റൻസ് എന്ന് പറയും. അപ്പോ ഇവിടെ നമുക്ക് വരേണ്ടത് രഥത്തിന്റെ തായല്ല, അല്ലാതെ തത്തയുടെ താ, ആദ്യത്തെ തായാണ് അസ്ഥിവാരം, അസ്തിത്വം എന്നതിൽ വരുന്നത്. ഓക്കെ, ശരിക്കുക. അസ്ഥി, ആ താ എന്ന് പറയുന്നത് രഥത്തിന്റെ താ, നമ്മുടെ എല്ലാണ്. അസ്ഥിവാരം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ നിലനിൽപ്പ് എന്ന അർത്ഥമാണ്. അസ്ഥിവാരം തൂണ്ടും എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുമെന്ന അർത്ഥത്തോടു കൂടിയാണ് അസ്ഥിവാരം തോണ്ടുമെന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അസ്ഥി, അസ്തിത്വം, കണ്ടോ ഇവിടെ ത്വമാണ് വന്നത്. അസ്തിത്വം എന്നുള്ളതല്ല, അസ്തിത്വം. നമ്മൾ നേരത്തെ പഠിച്ച പോലെ മഹത്വം, തത്വം, സ്ത്രീത്വം, മൃഗത്വം, മനുഷ്യത്വം എന്ന് നമ്മൾ പഠിച്ചില്ലേ? ആ ത്വമാണ് അസ്തിത്വത്തിലും വന്നിരിക്കുന്നത്. രണ്ടിനും അർത്ഥം എന്താണ്? നിലനിൽപ്പ് എന്നുള്ളത് തന്നെയാണ്. ഇനി അടുത്ത ഒരു കാര്യത്തിലേക്ക് വരാം. കുടുംബം. കുടുംബം നമ്മൾ എഴുതുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ കാണുമ്പോൾ കുടുംബം എന്നുള്ളത് നമുക്ക് അറിയാം എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പോകും. പക്ഷെ ചോദ്യത്തിൽ 4 ഓപ്ഷൻസ് വരെയാണ്. കുടുംബം എന്ന് പറയുന്നതിൽ നമുക്ക് ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് കുടുംബം ഇങ്ങനെ വന്നാൽ പെട്ടെന്ന് ഇങ്ങനെ കണ്ടു. ഓപ്ഷൻ എ ഇങ്ങനെ കണ്ടു. ഓപ്ഷൻ ബി ആണ് ഈ പറയുന്ന അല്ലെങ്കിൽ അനുസർഗത്തോടു കൂടി ചേർന്ന് വന്നിരിക്കുന്നത്. ഓപ്ഷൻ ബി. ഓപ്ഷൻ എയിലും ബിയിലും നമ്മളെ കണ്ണു ഒന്ന് ഉടക്കിപ്പോവും. കുടുംബം, കുടുംബം എന്നുള്ളത് അല്ലെ? അപ്പൊ നമ്മളവിടെ ഉച്ചാരണമാണ് നമ്മൾ ശുദ്ധീകരിക്കേണ്ടത്. കുടുംബം ഇങ്ങനെ പറഞ്ഞു, എന്റെ കുടുംബം. അതിനേക്കാളും നല്ലത് ഇപ്പോഴും നമ്മൾ ഉച്ചരിക്കുക കുടുംബം, കുടുംബം. അവിടെ അനുസർഗം അവിടെ നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ശരി. അതുപോലെ തന്നെ കവിയുടെ നേരെ സ്ത്രീലിംഗമാണ് എന്തെന്ന് പറയുന്നത്? കവി. കവിയത്രി എന്ന് പറയത്തില്ല, കവയിത്രി എന്നേ പറയത്തുള്ളൂ. ഇതെപ്പോഴും സ്ഥിരം ഒരു 10-100 തവണ എങ്കിലും കേരള PSC ചോദിച്ചാണ് അല്ലെ? കവി, കവയിത്രി. ഓക്കെ, രണ്ടിടത്തും വള്ളി ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അണ്ടകടാഹം 2-3 തവണ ചോദിച്ചിട്ടുണ്ട്. അണ്ടകടാഹം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അർത്ഥവും കേരള PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അണ്ടകടാഹം, പ്രപഞ്ചം എന്നുള്ള അർത്ഥത്തോടു കൂടിയാണ് അണ്ടകടാഹം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്രാരബ്ധം. നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മുടെ പ്രാരാബ്ധം മൂലം നമ്മൾ അങ്ങ് ദീർഘിപ്പിക്കും. പ്രാരാബ്ധമാണടെ, പ്രാരാബ്ധം എന്നുള്ള അർത്ഥത്തോടു കൂടി. ഇവിടെ ഈ രായ്ക്ക് ശേഷം ഒരു ദീർഘം വേണ്ട എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. പ്രാരബ്ധം, പ്രാരബ്ധം കൊണ്ട് ആ ഒരു അർത്ഥത്തോടു കൂടി ഇപ്പോഴേ നമ്മുടെ എന്താ പറയാ നാക്കൊന്ന് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. പ്രാരബ്ധം, പ്രാരബ്ധം എന്ന അർത്ഥം നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. പ്രാരബ്ധം, പ്രാരബ്ധം. ഓക്കെ, ഇനി പ്രാരാബ്ധം എന്ന് പറയരുത്, പ്രാരാബ്ധം എന്ന് പറയരുത്. ഓക്കെ, ഇങ്ങനെ പറയരുത്. ഇനി പാദസ്വരം എന്നല്ല, പാദസരം, കാലിലിടുന്ന പാദസരം എന്നാണ് പറയുന്നത്. ദാരിദ്ര്യം എല്ലാവർക്കും അറിയാം. ദാരിദ്ര്യം അനുഭവിക്കുന്നവനെ നമ്മൾ ദരിദ്രൻ എന്നാണ് പറയുന്നത്. പലപ്പോഴും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള തെറ്റുകൾ മാത്രമേ ദാരിദ്ര്യം അല്ലെങ്കിൽ ദരിദ്രൻ എഴുതുമ്പോൾ നമുക്ക് പറ്റാറുള്ളൂ. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു തവണ നോക്കിക്കഴിഞ്ഞാൽ ഇനി തെറ്റത്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതെല്ലാം കേരള PSC മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ്. ചിലതിലൊക്കെ കേരള PSC പദശുദ്ധിയിൽ കേരള PSC തന്നെ തെറ്റായ ഉത്തരം ശരിയായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് പിന്നീട് ആ ശരിയെ മാറ്റാൻ കേരള PSC ശ്രമിച്ചിട്ടില്ല. ഓക്കെ, അതുപോലുള്ള ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉത്പതിഷ്ണു, അല്ലെങ്കിൽ അതിനെ ഉൽപ്പതിഷ്ണു എന്നൊക്കെ പറഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോൾ ഉത്പതിഷ്ണു എന്നുള്ളതാണ് ഊത്ത് കയറി വരുന്നതാണ് കേരള PSC പദശുദ്ധിയിൽ ഒരിക്കൽ ശരിയായിട്ട് കൊടുത്തത്. അത് തന്നെയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം ചേർത്ത് എഴുതുക. നോക്കിയേ, നിങ്ങൾ ഉത്തരം പറഞ്ഞു നോക്കിയേ. വിദ്യുത് പ്ലസ് ശക്തി. ഓപ്ഷൻ എ വിദ്യുത് ശക്തി, ഓപ്ഷൻ ബി വിദ്യുത് ശക്തി, ഓപ്ഷൻ സി വിദ്യുത് ശക്തി, ഓപ്ഷൻ ഡി വിദ്യുത് ശക്തി. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചേർത്തെഴുതുമ്പോൾ വിദ്യുത് പ്ലസ് ശക്തി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രിസിറ്റി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ചേർത്തെഴുതുമ്പോൾ ഷ എന്നുള്ളത് അച്ഛന്റെ ഇച്ഛയായിട്ട് മാറും. എവിടെ? ഇവിടെ. ഓപ്ഷൻ സി ആണ് ശരി. ഇത്തരത്തിൽ
വിദ്യുത് ശക്തി അഥവാ ഇച്ഛ ചേർന്ന് വരുന്ന ചില വാക്കുകൾ പെട്ടെന്ന് നമുക്ക് പറയാൻ അറിയണം. പെട്ടെന്ന് പറയാൻ അറിയണം. ഇച്ഛ ചേർന്ന് വരുന്നത് എപ്പോഴും കേരള പീസ് ചോദിക്കുന്നതാണ്. ഇച്ഛ ചേർന്ന് വരുന്നത് എന്താണ്? ഐച്ഛികം. ഐച്ഛികം എന്ന് പറഞ്ഞാൽ എന്താ? ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത എന്ന അർത്ഥത്തോടു കൂടി. എന്താണ് നിന്റെ ഐച്ഛിക വിഷയം? നീ എന്താണ് 12ാം ക്ലാസ് അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞു, അല്ലെ 10ാം ക്ലാസ്സിൽ നിന്റെ ഐച്ഛിക വിഷയം എന്താണ് എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ? അതായത് നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു 3-4 വിഷയങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കാം. അത് ഐച്ഛിക വിഷയമായിട്ട് എടുത്തു. ഐച്ഛികം എന്ന് നമ്മൾ പറയാറുണ്ട്. പെട്ടെന്ന് റോട്ടിൽ കൂടി നടന്നു പോകുന്നു, പെട്ടെന്ന് യാദൃച്ഛികമായിട്ട് നമ്മൾ നമ്മുടെ സുഹൃത്തിനെ കണ്ടു എന്ന് നമ്മൾ പറയാറില്ലേ? യാദൃച്ഛികം, ഇച്ഛ, അവിടെയും ഇതാണ് യാദൃച്ഛികം, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ പറയാറില്ലേ, വളരെ തുച്ഛമായ കാശ് കൊടുത്ത് ഞാൻ അതിങ്ങ് വാങ്ങി എന്ന് പറയുമ്പോൾ തുച്ഛം എന്ന് പറയുന്നതിലും ഇച്ഛ വരുന്നുണ്ട്. ഈ സെയിം ഇച്ഛ തന്നെയാണ് വരുന്നത്. അതുപോലെ വിദ്യുത് ശക്തി, ഇച്ഛ, അല്ലെ? വിദ്യുത് ശക്തി. ഇനി ഇച്ഛ വച്ച് വരുന്ന മറ്റൊരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്? ശിരച്ഛേദം എന്ന് പറയുന്നത്. ശിരച്ഛേദം അതായത് നമ്മുടെ ഈ എന്താ തല മുറിച്ച് മാറുക. ഛേദം എന്ന് പറഞ്ഞാൽ മുറിച്ചു മാറ്റൽ എന്നാണ് അർത്ഥം. ഛേദം. ഓക്കെ, ശിരച്ഛേദം. കണ്ടോ? അപ്പോ ഇച്ഛ വച്ച് വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മൾ എഴുതിക്കൊള്ളണം. ഐച്ഛികം, യാദൃച്ഛികം, എഴുതിക്കോ, വിദ്യുത് ശക്തി, അല്ലെ? പിന്നെന്താണ്? തുച്ഛം, അല്ലെ? പിന്നെ ശിരച്ഛേദം. ഓക്കെ, അപ്പോ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് യാദൃച്ഛികം. യാദൃച്ഛികം ശരിയല്ലേ? ആശ്ചര്യം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാ, ആശ്ചര്യം. ചായും കൂടെ ചേർന്നാണ് വരുന്നത്. യാദൃച്ഛികത്തിൽ ഇച്ഛ, ഇച്ഛ എന്നുള്ളതാണ്, ശ്രദ്ധിക്കണം. ഇനി അംഗവൈകല്യം. ശരിയാ, അംഗവൈകല്യം. നമ്മളെ വീട്ടിൽ ഒരു അംഗം എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതെന്ന് പറയുന്നത് അംഗം എന്നുള്ള നമ്മൾ എഴുതും, അല്ലെ? ഇനി ഇതല്ല, അംഗവൈകല്യം. ശരീരത്തെ സംബന്ധിച്ച് അംഗവൈകല്യം എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം ഛേദം ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ മുറിച്ചു മാറ്റപ്പെട്ട് നമ്മുടെ രൂപത്തിൽ വൈകല്യം സംഭവിക്കുക. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അംഗവൈകല്യം എന്ന് പറയുന്നത്. ഇനി പലപ്പോഴും ഉദ്ഘാടനം ചെയ്യുക എന്ന് നമ്മൾ പറയാറ്. നമ്മൾ പണ്ട് മുതലേ അവൻ വന്ന് ഉദ്ഘാടനം, അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു, മോഹൻലാൽ ഉദ്ഘാടനം ചെയ്തു, അല്ലെങ്കിൽ ഹണി റോസ് ഉദ്ഘാടനത്തിന് വന്നു. ആണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഉദ്ഘാടനം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണം, പലപ്പോഴും നമുക്ക് തെറ്റും. ഉദ്ഘാടനം എന്ന് പറഞ്ഞാലും ഇനി ഉദ്ഘാടനം എന്ന് പറഞ്ഞാലും ഇത് രണ്ടും തെറ്റാണ്. ഇല്ലുവല്ല തീവല്ല, പകരം ദ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. ഉദ്ഘാടനം, ഖ എന്ന് പറയുന്നത് കടികാരത്തിന്റെ ഖ ആയിരിക്കണം. ഇനി ഇതാണ് ഏറ്റവും പ്രധാനം, ആധുനികീകരണം. പലപ്പോഴും നമ്മൾ തെറ്റും. മോഡേണൈസേഷൻ അല്ലെങ്കിൽ മോഡേണൈസ് ചെയ്യുക എന്ന അർത്ഥത്തോടു കൂടി പറയുന്ന ഒരു സംഗതിയാണ് ആധുനികീകരണം, അല്ലെ? അതിന് പകരം നമ്മൾ തെറ്റിച്ചെഴുതിയിട്ടുള്ളത് എങ്ങനെയാ? ആധുനീകരണം. ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടോ? ആധുനീകരണം എഴുതിയിട്ടുണ്ടോ? അപ്പോ ഇനി മുതൽ എന്ത് ചെയ്യണം? നായ്ക്ക് ശേഷം നീ മതി, നീ വേണ്ട. കീകരണം, ആധുനികീകരണം എന്ന് തന്നെ എഴുതണം. ഓക്കെ, അതുപോലെ തന്നെ കൃതാർത്ഥത. ഇത് ശരിയാണ്. കൃതാർത്ഥത എന്ന് പറഞ്ഞാൽ എന്താ? സംതൃപ്തി. കൃതാർത്ഥത. എന്നാൽ കൃതജ്ഞത എന്ന് പറഞ്ഞാൽ നന്ദിയ. കൃതജ്ഞത ഇവിടെ എഴുതാം. കൃതജ്ഞത, നന്ദിയ, അല്ലെ? കൃതാർത്ഥത എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കണം, സംതൃപ്തി. ഇനി ജാള്യം. എന്താ നിനക്ക് ജാള്യത എന്നൊക്കെ നമ്മൾ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവും. അവന് ജാള്യതയാണ്. ജാള്യം എന്ന് പറഞ്ഞാൽ ഒരു തരം നാണം എന്ന അർത്ഥമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ ജാള്യത എന്ന് പറയരുത്, പകരം ജാള്യം എന്ന് മാത്രം മതി. അതുപോലെ തന്നെ വാഗ്മയം. വാഗ്മയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ വാക്കിൽ മയപ്പെടുക, അല്ലെങ്കിൽ ഒരാളുടെ വാക്കിൽ അത് കേട്ട് അതിനനുസരിച്ച് ചിന്തിക്കുക എന്ന അർത്ഥമാണ് വാഗ്മയം എന്ന അർത്ഥത്തോടു കൂടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ കേരള PSC പദശുദ്ധിയിൽ ചോദിച്ചിട്ടുണ്ട്,
വാക്മയം. ഇത് തെറ്റാണ്. വാക്മയം എന്നുള്ളതാണ് ശരിയായത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഇതെല്ലാം കേരള PSC കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ പല പരിഷ്കരിച്ച പരീക്ഷാ ചോദ്യങ്ങളോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യപ്പെടും, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടും. കണ്ടോ, ഐകമത്യം, ഐകമത്യം മഹാബലം, അതായത് യൂണിറ്റി എന്ന അർത്ഥത്തോടു കൂടി. ഐക്യമത്യം എന്ന് പറയരുത്. പലരും ഐക്യമത്യം, പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ ഐക്യമത്യം മഹാബലം എന്നൊക്കെ പറഞ്ഞിട്ട് ഓണത്തിനൊക്കെ നമ്മൾ ഉപയോഗിച്ച് കാണും വാക്ക്. ഇത് തെറ്റാണ്. ഐകമത്യം എന്നുള്ളതാണ് ശരി. ഇനി ഐകകണ്ഠേന, ഇതാണ് വളരെ ഇമ്പോർട്ടന്റ്. അതായത് ഏകാഭിപ്രായത്തോടു കൂടി എന്ന അർത്ഥത്തോടു കൂടി, ഏകാഭിപ്രായത്തോടു കൂടി എന്ന അർത്ഥം വെച്ചുകൊണ്ട് പറയുന്നതാണ് ഐകകണ്ഠേന. ഏകകണ്ഠമായി എന്ന് പറയും അർത്ഥം. അപ്പൊ ശ്രദ്ധിക്കണം, ഞാനിവിടെ എഴുതുകയാണ് കണ്ഠേന എന്നുള്ളത്. ശ്രദ്ധിച്ച് എഴുതണം. നമുക്ക് തെറ്റി എഴുതുന്നത് എങ്ങനെയാണ്? ആദ്യം തെറ്റി എഴുതുന്ന എഴുതാം. കണ്ഠേന എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, കണ്ഠേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയും യുനാനിമസ്ലി, ഏകാഭിപ്രായത്തോടു കൂടി അല്ലെങ്കിൽ ഏകഖണ്ഡമായി എന്ന് പറയുന്നത് ഈ വാക്കാണ്. അപ്പോൾ ഇത് ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഇതിന് പകരം നമ്മൾ ഇങ്ങനെ എഴുതിയാലും ശരിയാണ്. ഓക്കെ, ഇങ്ങനെ എഴുതിയാലും ശരിയാണ്. ഓക്കെ, ഇങ്ങനെ എഴുതിയാലും ശരിയാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ജ്യോതിഷം, ജ്യോതിഷം എന്നല്ല ജ്യോതിഷം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു, അല്ലെ? അതായത് ഹേർട്ടി വെൽക്കം എന്നുള്ള അർത്ഥത്തോടു കൂടിയാണ് പറയുന്നത്. പക്ഷെ അവിടെ ഹാർദവം എന്നുള്ളതല്ല, ഹാർദമായി സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഇനി പ്രതിനിധാനം അല്ലെങ്കിൽ പ്രാതിനിധ്യം. എന്താണ് പ്രതിനിധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ? എന്താണ് അർത്ഥം? റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, പ്രതിനിധാനം, നിധാനം ധനത്തിന്റെ ധായാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പ്രതിനിധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രതിനിധാനം ചെയ്യുക, റെപ്രസെന്റ് ചെയ്യുക. റെപ്രസെന്റേഷൻ, അയാളുടെ പ്രാതിനിധ്യം എന്ന അർത്ഥത്തോടു കൂടി, അയാളുടെ റെപ്രസെന്റേഷൻ അഥവാ പ്രാതിനിധ്യം എന്ന അർത്ഥത്തോടു കൂടി പറയുന്ന വാക്കാണ് ഇതെന്ന് പറയുന്നത്. അപ്പോ പ്രതിനിധാനം, റെപ്രസെന്റേഷൻ, പ്രാതിനിധ്യം. അവിടെ പ്രാതിനിധ്യം രണ്ടിടത്തും ശ്രദ്ധിക്കണം, എന്താ? ധനത്തിന്റെ ധായാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ചോദ്യത്തിന്റെ ഉത്തരം നോക്കിക്കേ. ശരിയായ പദമേത്? പ്രദക്ഷിണം, 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 പ്രദക്ഷിണം. ഏതാണ്? വലം വയ്ക്കുക എന്ന അർത്ഥത്തോടു കൂടി സ്ഥിരമായി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാണ് വലം വയ്ക്കൽ എന്ന അർത്ഥത്തോടു കൂടി ഉപയോഗിക്കുന്ന വാക്കാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് പറയാൻ പറ്റും. ഓപ്ഷൻ ഡി, പ്രദക്ഷിണം, പ്രദക്ഷിണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ശരിയായ പദമേത്? അഖിലേഷൻ എന്നുള്ളതാണ്. ഇത് എല്ലാവർക്കും ഉത്തരം കിട്ടും. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫ്രണ്ട് സ്കൂളിലെങ്കിലും പഠിച്ചപ്പോൾ അഖില എന്നോ അഖിലെന്നോ ഒക്കെ, അഖിൽ എന്നുള്ള ഒരു കുട്ടി പോലും നമ്മുടെ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഇല്ലാതിരുന്ന് കാണത്തില്ല. അഖിൽ അത്രമാത്രം ഫേമസ് ആയിരിക്കും. അഖിൽ അത്ര പഠനക്കാരൻ, അത്ര വലിയ പഠിത്തത്തിൽ കേമനും ആയിരിക്കത്തില്ല. ഒന്നുകിൽ മീഡിയം അല്ലെങ്കിൽ തത്തറ, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ട് നമുക്ക് ഉണ്ടായിരിക്കാം. അപ്പോ അഖിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അഖിലാണ്ട മണ്ഡപം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടിയിട്ടില്ലേ? അഖിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ലോകം എന്ന അർത്ഥത്തോടു കൂടിയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അഖിലേഷൻ എന്ന് പറഞ്ഞാൽ ലോകത്താകമാനമുള്ള ഈശ്വരൻ എന്ന അർത്ഥത്തോടു കൂടി വരുന്ന വാക്കാണ് അഖിലേഷൻ. ആ വാക്കിന് അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ അഖിലേശ്വർ എന്നാണ് പറയുന്നത്. അതായത് ലോകത്താകമാനമുള്ള ഈശ്വരൻ എന്ന അർത്ഥത്തോടു കൂടിയാണ് അഖിലേഷൻ വരുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ശരി. അപ്പോ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഈ പറയുന്ന വാക്നയം, ഇതൊക്കെ കേരള PSC ചോദിച്ചിട്ടുള്ള കാര്യമാണ് വാക്നയം എന്നുള്ളത്. ഓക്കെ,
അങ്ങനെ പിരിച്ചെഴുതുമ്പോൾ ങ വരത്തില്ല എന്നുള്ള കാര്യമാണ് സത്യം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി അടുത്ത സെഷനിൽ വീണ്ടും മറ്റൊരു പദശുദ്ധി ക്ലാസ്സുമായിട്ട് കാണാം. നന്ദി.